വെൽക്കം ടു ആമീസ് ടേസ്റ്റ് ബഡ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാടൻ രീതിയിൽ ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുക, 2 വറ്റൽമുളക് കീറിയിടുക, കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്തൊരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 20-30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഞാനത് കീറിയിട്ടില്ല. വലിയ ചെറിയുള്ളിയൊക്കെ ഒരു 2ആയിട്ട് കീറിയിട്ടേ ഉള്ളൂ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2 പച്ചമുളക് കീറി ഇതിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അടിക്ക് പിടിക്കത്തില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ തക്കാളി നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരിയും സാദായും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. വൃത്തിയാക്കി വന്നപ്പോൾ 1 കിലോയേ ഉള്ളൂ. ഇത് ഞാൻ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഈ ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഒരു വാഴയില കൊണ്ട് ഞാനിവിടെ അടച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എരി ആവശ്യമുള്ളവർ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കണം. എരി ആവശ്യമുള്ളവർ
എരി അനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇടുന്നത്. ഗരം മസാല അരച്ച് വേണമെങ്കിലും ചേർക്കാം. അരച്ച് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ചാറൊക്കെ ഉള്ളൂ. കുറുകിയ ചാറ് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.